ഉള്ളൊഴുക്ക് കണ്ടു. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ക്രിസ്റ്റോ ടോമിയുടെ ഒരു ക്രാഫ്റ്റ് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ മേലെ നിൽക്കുന്ന സംഭവമാണ് നമ്മുടെ പാർവതിയുടെയും ഉർവശിയുടെയും പവർ ഹൗസ് പെർഫോമൻസസ്. അത് ഈ ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് തന്നെയാണ്. നമുക്ക് കുറേ കാലം മലയാള സിനിമയിൽ ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു റെഫറൻസ് പോയിൻറ്റ്സുകളായിരിക്കും ലീലാമ്മയും അഞ്ജും. അത് ഇൻ ടേംസ് ഓഫ് ആക്ടിങ് അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പിന്നെ ഈ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ. എന്നാലും സ്വന്തം ചോയ്സിനനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ ഇപ്പോൾ രണ്ട് സ്ത്രീകളുടെ വളരെ ടേർബുലൻ്റായ വളരെ ഇൻട്രീഗിങ് ആയിട്ടുള്ളൊരു ഇന്നർ ജേണിയാണ്. അപ്പോൾ അവരവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരവരുടെ എങ്ങനെയാണ് അവരുടെ കറണ്ട് ലൈഫിനെ അവർ ഡീൽ ചെയ്യുന്നത്, അവരുടെ എക്സിറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൽ തന്നെ ഓൾഡർ ജനറേഷൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു യങ്ങർ ജനറേഷൻ അതെങ്ങനെ ഡീൽ ചെയ്യുന്നു, അവർ ലൈഫിൽ എത്രമാത്രം പ്രാക്ടിക്കലാണ്. പിന്നെ ഒരു വീട്ടിൽ എല്ലാ വീടുകളുടെ ചുമരിനും കുറേ രഹസ്യങ്ങൾ അറിയാമെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വീട് എല്ലാ ആളുകളൊക്കെ ബറി ചെയ്യുന്ന കുറേ സീക്രറ്റ്സ്, ഹൈഡ് ചെയ്യുന്ന കുറേ ഫാക്ട്സ്, ഇതെല്ലാം ഒരു ബോയിലിംഗ് പോയിന്റിൽ വരുമ്പോൾ എങ്ങനെയാണ് ആളുകൾ തമ്മിലുള്ള അതുവരെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വളരെ ലവബിളായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ എങ്ങനെയാണ് സ്ട്രെയിൻഡ് ആവുന്നത്, എങ്ങനെയാണ് ഒരു വീട് ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ്, അതായത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ കൊണ്ടുപോകുന്നൊരു സ്പേസ് എങ്ങനെയാണ് തകരുന്നത് ഒരു പ്രത്യേക പോയിന്റിൽ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ്ഡ് ആകുമ്പോൾ. അത് ഈ സിനിമയിൽ അത്യാവശ്യം നന്നായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇവർ രണ്ടുപേരും വരുന്ന കോംബോ സീൻസിൽ, പാർവതിയും ഉർവശിയും വരുന്ന കോംബോ സീൻസിലൊക്കെ സ്ക്രിപ്റ്റ്, അതായത് സ്ക്രിപ്റ്റ് ഒരിക്കലും സ്ക്രിപ്റ്റ് മാറ്റർ ഓഫ് ഫാക്റ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ വളരെ ലൗഡായിട്ടുള്ള ഇമോഷൻസാണ് ഡീൽ ചെയ്യുന്നത്, പക്ഷേ ഇത് വളരെ സട്ടിലായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇമോഷണൽ ഇമ്പാക്റ്റ് ഓഡിയൻസിലേക്ക് വളരെ ക്ലിയർ ആയിട്ട് എത്തുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ സക്സസ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഫാക്റ്റാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിലൊക്കെ കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. ഇറ്റ്സ് ക്വൈറ്റ് അൺയൂഷ്വൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാപ്റ്റിവേറ്റിംഗ് ഒരു പവർ ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്കിനുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് തിയേറ്ററിൽ. ഉള്ളൊഴുക്കിൽ മഴ ഒരു ക്യാരക്ടറാണ്. മഴ ഒരു മെറ്റഫറും കൂടിയാണ്. ഇത്ര ഡിസ്റ്റർബിംഗ് ആയിട്ട് മഴ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിൽ ഷെഹനാസ് ജലാലിൻ്റെ പ്രമേയമൊക്കെ ചെയ്ത ഷെഹനാസ് ജലാലിൻ്റെ ക്യാമറ ഭയങ്കര ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചില ഷോർട്സിലൊക്കെ കോഫിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഷോർട്സിലൊക്കെ ലിജോയുടെ ഈമയോ ഓർമ്മ വന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ മേജ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്. ഈ സിനിമയുടെ ഒരു കുറച്ച് ഒരു ഗ്രിമ്മായിട്ടുള്ള മൂഡുമായിട്ട് ഭയങ്കരമായിട്ട് മേജ് ചെയ്യുന്ന ഒരു സംഭവമാണ് സുഷിൻ്റെ മ്യൂസിക്. ഇത് രണ്ടും ഈ സിനിമേനെ എലിവേറ്റ് ചെയ്യുന്നതിൽ ഒരു നല്ല റോള് കൊടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. സിനിമയുടെ ക്രക്സ് സ്റ്റോറി അത് ഫസ്റ്റ് ഹാഫിൽ റിവീൽഡാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് തൊട്ട് ഈ സിനിമ ഒന്ന് സ്ലോ ഡൗൺ ആവുന്നുണ്ട്, കുറച്ച് ഡ്രാഗിങ് ആവുന്നുണ്ട്. അതിനുശേഷം വരുന്ന പല ഡയലോഗ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് പ്രെഡിക്റ്റബിലിറ്റി വരുന്നുണ്ട്. അത് ഒരു മൈനർ സംഭവമാണ്, പക്ഷേ എന്നാലും ആ സിനിമയ്ക്ക് അതുണ്ട്. പിന്നെ ചില ഡയലോഗുകളൊക്കെ മിസ്പ്ലേസ്ഡ് ആണ് സ്ക്രിപ്റ്റിൽ. സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഈ സ്ക്രിപ്റ്റിൽ സ്ത്രീകളൊക്കെ വളരെ പ്രാക്ടിക്കലാണ്. അതൊരു സ്ട്രേഞ്ചായിട്ട് തോന്നിയൊരു കാര്യമാണ് ഇത്തരമൊരു തീമിൽ. കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസീവ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ സീക്രട്സൊക്കെ ബറി ചെയ്യുന്നത് എല്ലാം സ്ത്രീകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർ ജസ്റ്റിഫൈ ചെയ്യാൻ വരുമ്പോൾ ഒരു സൈഡിൽ വളരെ ഫ്ലോഡായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കാണിക്കുകയും അതേ സമയം തന്നെ തൊട്ടപ്പുറത്ത് ഈ സ്ക്രിപ്റ്റ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കുറേ ഡയലോഗ്സ് എടുത്തു വെച്ചതായിട്ട് ഈ സിനിമയിൽ കാണുന്നുണ്ട്. സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫ്ലോ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു ക്രിട്ടിക്കൽ ഷോട്ടിൽ, അതായത് പാർവതിയും
ഉർവശിയും കോഫിൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന സിനിമയുടെ തന്നെ ഒരു ക്രിട്ടിക്കൽ ഫേസിൽ വളരെ ഹെവി ആയിട്ടുള്ള കുറേ ഡയലോഗ്സൊക്കെ പാർവതി പറയുന്നു. ഇത് എവിടെ നിന്നാണ് ഈ ഡയലോഗ്സ് വരുന്നത്? കാരണം പാർവതിയുടെ ഹസ്ബൻഡായ തോമസ് കുട്ടി എന്ന് പ്രശാന്ത് മുരളി ചെയ്ത ക്യാരക്ടർ കുറച്ച് സീൻസിൽ വരുന്നുണ്ടെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ഒന്നുമില്ല. ഇത്തരമൊരു ലീലാമ്മയുടെ വീടിൻ്റെ വോൾസൊക്കെ ബറി ചെയ്യുന്ന ഇത്തരം ഫാക്ട്സൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു ഡയലോഗ്സ് പാറ്റേൺ അവിടെയുണ്ട്. പാർവതിയുടെ ക്യാരക്ടർ അഞ്ജു സംസാരിക്കുന്നിടത്ത് ഇതേ സംഭവം തന്നെ ടുവേർഡ്സ് എൻഡിൽ പാർവതിയുടെ ലവറായിട്ടുള്ള അർജുൻ രാധാകൃഷ്ണൻ ചെയ്ത രാജീവ് എന്ന ക്യാരക്ടറിനോട് സംസാരിക്കുമ്പോൾ ഇതേ സംഭവം തന്നെ വരുന്നുണ്ട്. അത് കുറച്ചും കൂടി വേഴ്സാണ്. കാരണം മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ പോലും ഇനി ആരും ഇത് ഉപയോഗിക്കരുതെന്ന് ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ക്ലീഷേഡ് ഡയലോഗാണ്. വളരെ റിഗ്രസീവാണ്. അത് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നും ഈ സിനിമയ്ക്കോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനോ അത് സപ്പോർട്ടൊന്നും തരുന്നില്ല. പക്ഷേ ഇതുപോലെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വന്ന സ്ക്രിപ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അവിടെ വന്നതാണെന്ന് തോന്നും. അതെന്തായാലും ഒഴിവാക്കാവുന്നൊരു സംഭവമായിരുന്നു. സ്ക്രിപ്റ്റിൻ്റെ ഇനി സിനിമയുടെ എൻഡ് പലർക്കും ഇഷ്ടപ്പെട്ട ഒരു എൻഡാണ്. അപ്പോൾ ഞാൻ ഈ എൻഡിനെ എൻ്റെ ഒരു വേർഡിക്റ്റ് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ലെവലിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നൊരു എൻഡാണിത്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് പറയാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു രണ്ട് നില സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സോൾസ് ഒരുപാട് സിനിമയിലുണ്ട്. ഓരോ നിലയ്ക്ക് നോക്കുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഉർവശിയും ലീലാമ്മയും അഞ്ജും ഇതുപോലെ രണ്ട് സ്റ്റാൻഡേർഡ് സോൾസാണ്. അപ്പോൾ അവർ ഇതുവരെയുള്ള അവരുടെ ജീവിതം എന്തായിരുന്നു? ഒരാൾ സൊസൈറ്റിയിൽ നോംസിനെ ഒക്കെ ഇതാക്കി ജീവിക്കുന്നു, മറ്റൊരാൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫാമിലിനെ എന്താ പറയുക, അവരെ എതിർക്കാൻ പോവാത്തൊരാളാണ്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് സ്ത്രീകളും അവരുടെ ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു സോൺ കണ്ടുപിടിച്ചതായിരിക്കാം. അതുമല്ലെങ്കിൽ ഇതുവരെ അവരുടെ ലൈഫിൽ കുറച്ചൊക്കെ ലീലാമ്മ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അഞ്ജുവിനെ. അതിന് മുന്നേ താന്നൊക്കെ കൊടുത്ത് കുറച്ച് ഡയലോഗ്സൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവരുടെ ഒരു ലവ് അല്ലെങ്കിൽ ഇവരൊരു എംപതി, ഒരു മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭവം അത് ഒരു ഡിസിഷനിലേക്ക് ലീഡ് ചെയ്തായിരിക്കാം. ഇനിയും അതും അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ വളരെ പ്രാഗ്മാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന രണ്ട് സ്ത്രീകളുടെ ഒരു വളരെ വയബിളായിട്ടുള്ളൊരു ഓപ്ഷനായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ എൻഡിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനൊരു വെർഡിക്റ്റ് അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ ഓവറോൾ സിനിമ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നല്ല രീതിയിൽ ഒരു ഇമോഷണൽ കണക്റ്റ് കിട്ടിയ ഒരു സിനിമയാണ്. പിന്നെ എനിക്ക് ഉർവശിക്ക് തീർച്ചയായിട്ടും പാർവതിയുടെ ഒരു ഫിലിമോഗ്രാഫിയിൽ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഈ ക്യാരക്ടർ. പക്ഷേ ഉർവശിയുടെ മദർ ലോഡ്സിനെ പറ്റി പറയാതെ ഈ ഒരു റിവ്യൂ അവസാനിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു സൂര്യപുത്രൊക്കെ തുടങ്ങിയിട്ടാണ് ഉർവശിയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലുള്ള മദർ ലോഡ്സ് തുടങ്ങിയത്. അത് ജെ ബേബിയിൽ അതൊരു എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. ഉർവശിയുടെ പോർഷൻ മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന, ഉർവശി നമ്മളങ്ങ് അബ്സോർബ് ചെയ്യുക സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് ഈ ലീലാമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഉർവശി തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി, അതായത് ഇങ്ങനത്തെ ഇമോഷണൽ സീൻസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് പോകുന്നു അറിയാതെ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. ഉർവശിയുടെ കംപ്ലീറ്റ് ബോഡി, പിന്നെ ഉർവശിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം ഒരു ക്യാരക്ടറിന് എത്ര സട്ടിലായിട്ട് ഉർവശി കരയുന്നത്, ഇങ്ങനെ നമ്മളിലേക്ക് ഒരു എന്താ പറയുക എത്രയ്ക്കും ഇൻറ്റൻസായിട്ട് എത്തിക്കാൻ ഉർവശിക്ക് പറ്റുന്നുള്ളൂ. ഉർവശീനെ അതിൽ കോമ്പീറ്റ് ചെയ്യാൻ ആരും ഇല്ല ഇപ്പോൾ മലയാള സിനിമയിൽ. അപ്പം ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു ഉർവശിയുടെ ആ ഒരു ആക്ടിങ്. അത് പറയാതിരിക്കാൻ വയ്യ. ഉർവശി ഒരുപാട് സിനിമകളിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്റ്റോ ടോമിയുടെ ഒരു ക്രാഫ്റ്റ് ഒരു പ്രോമിസിങ് ഡയറക്ടറായിട്ടാണ് തോന്നിയത്. കുറേ പടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഉള്ളൊഴുക്കിനെ പറ്റി പറയാനുള്ളത്. നമുക്കെന്തായാലും വേറൊരു സിനിമയ്ക്കായിട്ട് പെട്ടെന്ന് കാണാമെന്നൊക്കെ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.